ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. പൊറുക്കമ്മ, എന്നോട് ക്ഷമിക്ക്. മോനെ, നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്. നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് ക്ഷമിച്ച് നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാതെ കൂട്ടിട്ട് വന്നില്ലേ? നമ്മുടെ സച്ചിയോട് അമ്മ ക്ഷമ ചോദിക്കേണ്ടത്. സച്ചിയോടും രേവതിയോടും ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ കടപ്പെട്ടിരിക്കുക. അവനോട് മോൻ നന്ദി പറയണം. ഞങ്ങളോട് തന്നെ നന്ദി പറയണം അമ്മേ. ഇവൻ ഞങ്ങളുടെ അനിയനല്ലേ. അവനൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. അത് ഞങ്ങളുടെ കടമയല്ലേ. മോനെ, മോൻ ചെയ്തത് വലിയ കാര്യം. ഇവന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ചെയ്യുന്നതിന് ഒരു പടി മേലെ മോൻ ഇവന് വേണ്ടി ചെയ്തത്. എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവിടെ അച്ഛൻ കഷ്ടപ്പെട്ട് ഇവരെ വളർത്തി വലുതാക്കിയ ഈ നിലയിലെത്തിച്ച് അതിന്റെ മുന്നിൽ ഞാൻ ചെയ്തൊക്കെ എന്ത്? ആദ്യം എന്നെ പൊഴുത്തി പറയുന്നതോ എന്നോട് നന്ദി പറയുന്നതൊക്കെ നിർത്ത്. ഈ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയല്ലേ ഞാനും. അമ്മ പറയുന്നതിലും കാര്യമില്ലേ? സച്ചിയുടെ അമ്മയുടെ കാശല്ലേ ഇവ മോഷ്ടിച്ചത്? എന്നിട്ടും സച്ചിയുടെ ഇവന്റെ ഒപ്പം നിന്നു. എന്റെ അമ്മയുടെ കയ്യിൽ തെറ്റില്ലേ? വീട്ടിൽ വന്ന് ഇവനെ കള്ളനെന്ന് വിളിച്ച് അപമാനിച്ചില്ലേ? ആദ്യ ഇഷ്ടത്തിൽ അവൻ ചെയ്തു പോയതാ. ഇവൻ കാശ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയാ. അല്ല സച്ചേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാ. ആന്റി എങ്ങനെ പറഞ്ഞാലും ഞാൻ കാശ് മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തതായിരുന്നു. എന്റെ നല്ലതിന് വേണ്ടി എന്നെ ഉപദേശിക്കാൻ വന്ന സച്ചേട്ടനോട് ഒരു മര്യാദ ഇല്ലാതെയാണ് ഞാൻ സംസാരിച്ചത്. കേട്ടാ, ഞാനും എന്റെ ഏട്ടനും തമ്മിലേക്ക് വഴക്കൂടാറുണ്ട്. അവൻ എന്റെയും ഞാൻ അവനെ എന്തൊക്കെ പറയുന്നു. ഞങ്ങൾ എപ്പോഴും അടികൂടാറുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. സഹോദരന്മാരായി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ പറഞ്ഞതും ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാര്യമായിട്ടില്ല കേട്ടാ. എന്നാലും സച്ചേട്ടാ, ഞാൻ അങ്ങനെ പെരുമാറുന്നതായിരുന്നു. എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ. നീ എന്താ കാണിക്കുന്നത്? ഇതൊക്കെ എന്ത് ശീലോടാ? കാല് പിടിക്കുന്നു. ഓക്കെ, അച്ഛന്റെ അമ്മയുടെ കാല് വീഴാം, മറ്റാരുടെയും കാലിൽ വീഴരുത്. മനസ്സിലായോ? കാലിൽ വീഴല്ല വേണ്ടത്. ചെയ്ത് തെറ്റ് തിരിച്ചറിഞ്ഞ് ഇനി അത് ആവർത്തിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തല ഉയർത്തി പുതിയ ആളായി ജീവിക്കുക വേണ്ടത്. കേട്ടോ? ശരത്തെ, സച്ചിയുടെ വീട്ടുകാരെ പോലും എതിർത്തിട്ടാ സച്ചിയേട്ടൻ നമ്മുടെ കൂടെ നിന്നത്. അമ്മ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്തുനിന്ന്. മതി ദേവതി, ഇനി നിന്റെ വക വെള്ളക്കൂടെ വേണ്ട. അവൻ പഠിക്കുന്ന പയ്യനാ. ഈ പ്രായത്തിൽ ജയിലിൽ പോയാ അവന്റെ ജീവിതം എങ്ങനെ തീരുമെന്ന് എനിക്ക് മനസ്സിലാവും. ശരി, അത് വിട്. ശരത്തെ, നിന്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്തെങ്കിലും ചെയ്യണം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നീ അത് ചെയ്യോ? സച്ചേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനത് ചെയ്യാം. നീ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവണം. നല്ലൊരു ജോലി നേടണം. അധ്വാനിച്ച് സത്യസന്ധതയോടെ ജീവിക്കണം. നീ നിന്റെ ചേച്ചി നോക്കി പഠിത്തം പാതി വഴിയിൽ നിർത്തിയെങ്കിലും രാവും പകലൊന്നും ഇല്ലാതെ വെയിലും മഴയും വകവയ്ക്കാതെ അവളെ ജോലി ചെയ്യുന്നില്ലേ? ആരുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാലം അവിടെ നിൽക്കുന്നു. അവിടെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അവളെ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഉത്തരവാദിത്തത്തിന്റെയും പകുതി നീ കാണിച്ചാൽ മതി. നീ വലിയ നിലയിലെത്തുക. മോനെ, സച്ചിമോൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും നല്ലതും ചെയ്തേം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നീ കാരണം അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ? ശരത്തെ, അമ്മ പറഞ്ഞത് കേട്ടില്ല? മോനെ, ഇവൻ ചെയ്തത് തെറ്റ്. മോന്റെ അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും മനസ്സ് മാറി അവര് പരാതി പിൻവലിച്ചല്ലേ? മോന്റെ അമ്മയെ കണ്ട് ക്ഷമ ചോദിക്കണം. എനിക്ക് നന്ദി പറയണം. അതൊന്നും വേണ്ടമ്മേ. അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ക്ഷമ വയ്ക്കാൻ നിങ്ങൾ എന്നാ നിങ്ങളെ അവർ ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചോടും. എന്തിനാ വെറുതെ? അതല്ല സച്ചി, അവരെ കണ്ട് എനിക്ക് സംസാരിക്കണം. അവര് പരാതി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇവന്റെ ഭാവി എന്തായനെ? അതിനുള്ള നന്ദി പറഞ്ഞേ പറ്റൂ. സച്ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് അമ്മയെ ഒന്ന് കാണാം. അമ്മ വീട്ടിലില്ലാത്ത വിഷമത്തിലെ അച്ഛൻ. അമ്മയോട് നമുക്ക് വീട്ടിലേക്ക് വരാൻ പറയാം. അച്ഛനിപ്പോ നേരെ വണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ശരിക്കും ഉറങ്ങുന്നുമില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നമുക്ക് എങ്ങനെയാ വീട്ടിലെ സന്തോഷത്തോടെ കഴിയാൻ പറ്റും? പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് മാറാൻ അമ്മ വീട്ടിൽ വരണം. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അകത്തേക്ക് വാ. അമ്മയില്ല ഇവിടെ? ഉണ്ട്. അവൾ എവിടെ പോവാനാ? ചന്ദ്രയെ, നീ ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, കേറി വാ. ഇവരോ? മാമേ, ഇവർക്കെന്ത് വേണം? ഇവരെന്തിനാ ഇവിടെ വന്നേ? ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. എന്തിന്? എന്നെ എന്തിനു കാണണം? ചന്ദ്രേ, നീ ഇവിടെ വന്നിരിക്കും. ഇവരാരും ഇരുന്നുകാരല്ലോ. നിന്റെ മോനും മരുമോളും കുടുംബക്കാരുമല്ലേ. വാടി. നടക്കാൻ പാടില്ലാത്തത് നടന്നു. എന്റെ മോനോട് ക്ഷമിക്ക് ചന്ദ്രമതി. നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നുള്ള ബോധമുണ്ടപ്പോ? പട്ടാ പകല് നടു റോഡിൽ വെച്ച് എന്റെ കാശ് ഇവൻ മോഷ്ടിച്ചു. എന്റെ മനസ്സിന് അത് പോകില്ല. തെറ്റ് അവൻ ചെയ്തത്. അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അമ്മേ, അവർ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ മുഖം കൊടുക്കാതിരുന്ന എന്താ അതിനർത്ഥം? കാണാനും സംസാരിക്കാനും താല്പര്യം ഇല്ലാന്നാ അതിന്റെ അർത്ഥം. ശരത്ത് ചെയ്തത് തെറ്റല്ലാന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അങ്ങനെയൊക്കെ നടന്നാല് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അമ്മ ഇവനോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അവൻ ചെയ്തത്? ആന്റി, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഒരുത്തൻ. ഇവരുടെ പുന്നാര മോൻ സുധി താലി കെട്ടേണ്ട പെണ്ണിനെ മണ്ഡപത്തിൽ നിർത്തിയിട്ട് ഓടിപ്പോയനവൻ ഒരു പെണ്ണിനെ ചതിച്ചു. അവനോട് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അവൻ ചെയ്തത്? എന്നാ രേവതിയും അവളുടെ അമ്മയും അവരോട് ക്ഷമിച്ചില്ലേ? തെറ്റിയാത്ത മനുഷ്യരില്ല. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നവരും തെറ്റി ക്ഷമിക്കുന്നവരും വലിയ മനസ്സുള്ളവരാന്നാ അച്ഛമ്മ പറയാറ്. സച്ചി, നിന്റെ അച്ഛമ്മ പറഞ്ഞത് ശരിയാ. അമ്മ ചെയ്തതിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതിന് ക്ഷമ ചോദിക്കല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയായിരുന്നില്ലേ? എന്തിനാ എന്റെ സമാധാനം കളയാനായിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ആരുടെയും സമാധാനം കളയുന്നവരല്ല. ശരത്തൊരു ബുദ്ധിമോശം കാണിച്ച് അങ്ങനെ ചെയ്തു പോയി. ചന്ദ്രമതി അവനെ അടിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. എന്താ പറഞ്ഞേ? ദേഷ്യമില്ലെന്നോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താ? അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. ആന്റി, ഇവൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തൊന്നും അല്ല. വേറൊരുത്തൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനെ കൊണ്ട് ചെയ്തതാ. ഓ, അതെ 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 അതെ. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അമ്മ അവന് കൊടുത്തു. അവനെ വഴക്ക് പറഞ്ഞു, അടിച്ചു. ചുമ്മാ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചെലവായത്. 5 ലക്ഷം രൂപയോ? അതെ ആന്റി, 5 ലക്ഷം കൊടുത്താം കേസിൽ നിന്ന് ഒഴിവാക്കാന്നും പരാതി പിൻവലിപ്പിക്കാന്നും വക്കീൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ കൊടുത്ത്. ഈ അമ്മ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ചെലവായില്ലായിരുന്നു. ഇവൻ വക്കീലിന് 5 ലക്ഷം കൊടുത്തെന്നോ? ഒരു 4 ലക്ഷം എങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ
3 ലക്ഷമെങ്കിലും കിട്ടിയാന്. ആ അതൊക്കെ വിട്, ആ നഷ്ടം ഞങ്ങൾ സഹിച്ചു. ശരത്തെ മോനെ ആന്റിയോട് ക്ഷമ ചോദിക്കടാ. ചെല് വിളിക്കറ ചെല്. ആന്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ആന്റിയുടെ വലിയ മനസ്സുകൊണ്ട് എനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചു. ഇല്ലെങ്കിൽ എന്റെ പഠിപ്പ് സ്പോയിലായാലേ, എന്റെ ഭാവി ഇല്ലാതായാലേ. താങ്ക്സ് ആന്റി. അവൻ ക്ഷമയൊക്കെ പറഞ്ഞല്ലോ, അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു. അമ്മേ ദേവു നിങ്ങൾ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ വരാം. ശരി എന്നാ. ആമാന്റി എല്ലാ പ്രശ്നം അവസാനിച്ചു. ഇനിയെങ്കിലും അമ്മയുടെ വീട്ടിലേക്ക് വരാൻ പറ. ഞാൻ വരില്ല. എനിക്ക് വിലയും ബഹുമാനം തരാത്തടത്തേക്ക് ഞാൻ എന്തിനു വരണം? അമ്മ അത് അമ്മയുടെ വീടല്ലേ? അതെനിക്കറിയാം, നീ പറഞ്ഞു തരണ്ട. അമ്മ അവിടെ ഇല്ലാത്തോണ്ട് അച്ഛൻ നല്ല വിഷമത്തിലാ. അങ്ങനെ വിഷമമുണ്ടെങ്കിലേ അദ്ദേഹം എന്നെ വിളിക്കാൻ വരില്ലേ? നീ പോടി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മാമാന്റി അമ്മ ഇല്ലാത്തോണ്ട് അച്ഛന് നല്ല ബോറടിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോകും. അച്ഛൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കില്ലേ? അതുകൊണ്ട് അച്ഛൻ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞു. ഇനി അച്ഛമ്മയുടെ കൂടെ അവിടെ താമസിക്കാനാണ് പ്ലാനെന്ന് തോന്നുന്നു. രവിയേട്ടനോ? രവിയേട്ടൻ അമ്മയുടെ അടുത്ത് പോയി താമസിക്കുമെന്നോ? അതെ ആന്റി, പോവല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നില്ല. ഡ്രസ്സ് വരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇന്നോ നാളെയോ പോകുന്ന തോന്നുന്നത്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിപ്പോ എങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. എന്താ കാര്യം? അത് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് അമ്മയെ പോലെ വഴക്കൂടി പിണങ്ങി ദേഷ്യപ്പെട്ട വീട് വിട്ടുപോയി. അദ്ദേഹം അവരെ കുറെ വിളിച്ചതാ. പക്ഷെ ആ വൈഫ് വീട്ടിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ആ വൈഫിനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സോ? ആന്റി അച്ഛനും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. ഈ പ്രായത്തിലോ? ഇതിനേക്കാൾ വയസ്സ് അവര് ഡിവോഴ്സ് ചെയ്തിട്ടില്ലേ? അതുപോലെ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അമ്മ എന്റെ അനിയൻ ചെയ്ത തെറ്റിന് അച്ഛൻ ഇങ്ങനെ ശിക്ഷിക്കല്ലേ. അമ്മ ഒന്ന് വീട്ടിലേക്ക് വാ. രേവതി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. നീ എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? അച്ഛനും അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ബസ് കയറ്റി വിടേണ്ടി വരും. സമയം പോകുന്നു, നീ വാ നമുക്ക് പോകാം. അല്ല സച്ചേട്ടാ, അച്ഛമ്മയുടെ അടുത്ത് പോയി താമസിക്കുന്ന ആരും അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഡിവോഴ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? രേവതി ചിലരോടൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. അമ്മ അച്ഛനോട് വഴക്കൂടും, പിണങ്ങും. പക്ഷേ അച്ഛനില്ലാതെ അമ്മയ്ക്ക് കഴിയാൻ പറ്റില്ല. നീ കണ്ടോ, ബാഗ് എടുത്ത് ഇപ്പൊ അമ്മ വീട്ടിലെത്തും. നീ വാ. എന്താ നീ ആലോചിക്കുന്നത്? രവിയേട്ടന്റെ കാര്യമാണോ? ഭാമേ അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞ? രവിയേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കോ? സാധ്യതയുണ്ട്. ഇത്ര നാള് ക്ഷമിക്കാനാ? നീ ഇവിടെ തന്നെ നിന്നാ രവിയേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. നമുക്ക് ചുറ്റും എത്രയോ കാണുന്നതാ. ഞാൻ പരാതി പിൻവലിച്ച ഉടനെ പോകാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിലും ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്താ എന്റെ വീടില്ലേ? ഞാൻ പോവാ. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരട്ടെ. അവിടെ നിന്നാ മതി. എന്താണ് ഞാൻ അകത്തോട്ട് കയറിയ? കേറണ്ട, അവിടെ നിന്നാ മതി. അമ്മേ 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 അമ്മ വന്ന അമ്മേ. അമ്മേ എന്റെ പൊന്നമ്മ. അമ്മേ അമ്മ ക്ഷീണിച്ചു അല്ലേ? അമ്മ ഒരു അമ്മേ അകത്ത് കയറി പോരെന്നാ പറഞ്ഞേ. അവിടെ നിന്നോണം. അതെന്താടാ കയറിയ? ഇവിടെ കയറരുതെന്ന് പറയാൻ നീ ആരാ? ഇതേ എന്റെ വീടാ. ഇവിടുന്ന് പോണെന്ന് പറയാനും ഇവിടെ കയറരുതെന്ന് പറയാനും ആർക്കും അധികാരമില്ല. അതെ ഇതേ എന്റെ അമ്മയുടെ വീടാ. അമ്മ ഈ വീടിന്റെ അകത്ത് കയറും. അമ്മ കയറും. അമ്മയുടെ ഇവിടെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ കേറണ്ട, അവിടെ നിന്നാ മതി. സച്ചിതം എന്താ ഇത്? എല്ലാവരും ഉണ്ടായിരിക്കും. രേവതി നീ പോലെ ആരതി തട്ടെടുത്തുണ്ടോ? നമുക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാം. ബെസ്റ്റ്. ഇതിനായിരുന്നു ഇത്ര ബിൽഡപ്പ് കൊടുത്തേ? അയ്യോ അംഗത്തിന് പോയ യോദ്ധാക്കളെ ആരതി ഒഴിഞ്ഞാലേ സ്വീകരിക്കുക. അമ്മ ഒരു അംഗമൊക്കെ കഴിഞ്ഞ് വരുമല്ലേ, അപ്പൊ ആരതിയൊക്കെ ഒഴിയണ്ടേ? രേവതിയെ തട്ടെടുത്തുണ്ടോ? നിക്കവിടെ. ആരതി ഒഴിയൊന്നും വേണ്ട. നീ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. ആരതി വേണ്ടെങ്കിൽ വേണ്ട. ആ വലതുകാലം വെച്ച് ഞാൻ അകത്തോട്ട് കയറിയാലും. അമ്മ ഇവൻ പറയുന്നത് കേൾക്കണ്ട. അമ്മയ്ക്ക് 2 കാലല്ലേ ഉള്ളൂ. അമ്മ അമ്മയുടെ ഇഷ്ടമുള്ള കാലം വെച്ച് കയറും.